നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ ആരും ക്ഷണിച്ചില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുതിർന്ന എംപിയുമായ ശശി തരൂർ. ഇതിലുള്ള കടുത്ത അതൃപ്തി തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ശശി തരൂർ പ്രകടിപ്പിച്ചു. ക്ഷണിച്ചാൽ പോകുമായിരുന്നുവെന്നും കോൺഗ്രസ് നേതൃത്വവുമായി തനിക്ക് പ്രശ്നങ്ങളുണ്ടെന്നും ശശി തരൂർ തുറന്നടിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 22 ദിവസം നീണ്ടുനിന്ന പ്രചാരണമാണ് നടന്നത്. ഇതിൽ നാട്ടിലുണ്ടായിരുന്ന ഘട്ടത്തിൽ പോലും ശശി തരൂർ എംപി പ്രചരണ രംഗത്ത് എത്താത്തത് വലിയ വിവാദമായിരുന്നു. തെരഞ്ഞെടുപ്പ് ദിനം തന്നെ വിഷയത്തിൽ ശശി തരൂർ തന്റെ അതൃപ്തിയും പരസ്യപ്പെടുത്തി. തന്നെ ആരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ക്ഷണിച്ചിട്ടില്ല, ക്ഷണിച്ചാൽ താൻ പോകുമായിരുന്നു. പക്ഷേ ആ സമയത്തും എനിക്കൊരു മിസ് കോളോ ഒരു ക്ഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വന്ന ശേഷം കാണണം. തിരക്കുള്ളൊരു സമയത്തിൽ അവർ പ്രത്യേകിച്ച് വിളിച്ചെന്താ വരുന്നുണ്ടോ വരുന്നില്ലേ ഒരു പ്രോഗ്രാം ഇടണം എന്നൊക്കെ സാധാരണ ചെയ്യാറില്ല. ഉദാഹരണം വയനാട്ടിൽ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പുണ്ടായ സമയത്ത് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയിട്ട് ക്ഷണം വന്നിട്ടാണ് നമ്മൾ പ്ലാൻ ഇടുന്നത്. താനില്ലാതെ തന്നെ നിലമ്പൂർ ജയിക്കട്ടെ എന്നും തിരുവനന്തപുരത്തെ ചില നേതാക്കൾ നിലമ്പൂരിൽ നേരിട്ടെത്തി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അതിനുള്ള ഫലം കിട്ടട്ടെ എന്നും പറഞ്ഞ തരൂർ നേരിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ള സമയമാകുമ്പോൾ പ്രതികരിക്കാമെന്നും വ്യക്തമാക്കി. ഇപ്പോഴത്തെ ചില കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒപ്പം എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അതൊക്കെ ഞാൻ പാർട്ടിയിലകത്ത് അവരൊപ്പം തന്നെ നേരിട്ട് സംസാരിക്കുകയാണ് നല്ലത്. ശശി തരൂർ BJPയിലേക്ക് എന്ന പ്രചാരണങ്ങൾക്ക് താൻ എവിടേക്കും പോകുന്നില്ലെന്നും താനൊരു കോൺഗ്രസുകാരനാണെന്നുമായിരുന്നു മറുപടി. കൂടുതൽ സംസാരിച്ച് വോട്ടെടുപ്പ് ദിവസം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നില്ല എന്ന് പറഞ്ഞാണ് തരൂർ അവസാനിപ്പിച്ചത്. അതേസമയം താരപ്രചാരകരുടെ പട്ടികയിൽ ശശി തരൂർ ഉണ്ടായിരുന്നു എന്നുള്ള മറുകാർഡ് ഇറക്കിയായിരുന്നു ഒരു വിഭാഗം കോൺഗ്രസുകാർ തരൂരിന്റെ പ്രതികരണത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. ഇതിൽ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണം തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത് വലിയ പ്രശ്നങ്ങൾക്കാകും കോൺഗ്രസിൽ തുടക്കമിടുക എന്നതിൽ സംശയമില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.